സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിവൈസായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ. ഈ ഒരു ചെറിയ സൈസിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്മാർട്ട് ഫോൺ ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. ഇതുപോലെ പലർക്കും ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ് 4 മീറ്റർ SUV ആണ് മഹീന്ദ്ര XUV 3XO. അത് സ്റ്റൈലിഷും സ്മാർട്ടും ഓൾവേസ് റെഡി ആയിട്ടുള്ള വെഹിക്കിളാണ്. ഇതിനെ ഈവൻ ബെറ്റർ ആക്കിയിരിക്കുകയാണ് പുതിയ റെവെക്സിലൂടെ. ഇൻട്രൊഡ്യൂസിങ് യു ദ ന്യൂ മഹീന്ദ്ര XUV 3XO റെവെക്സ്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ന്യൂ EXO Revex is fresh and futuristic. അത് നമുക്ക് മെയിൻലി കാണാവുന്ന ഫ്രണ്ടാണ്, സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഇതിപ്പം ഗ്രില്ല് ബോഡി കളർ ആയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആണെങ്കിൽ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ ആണെങ്കിൽ ഇവിടെ വരുന്ന ഗൺ മെറ്റൽ ഫിനിഷ് ആയി. പിന്നെ ഫ്രണ്ട് വന്നിരിക്കുന്ന മറ്റൊന്ന് ബൂമറാങ് സ്റ്റൈലായിട്ടുള്ള LED DRL ആണ്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന LED പ്രൊജക്ടർ ലാമ്പാണ്. ഇതെല്ലാം കൂടി ചേരുമ്പം ശരിക്കും നല്ലൊരു അട്രാക്റ്റീവ് ഫ്യൂച്ചറിസ്റ്റിക് ഫേസ് ഇത് നൽകുന്നു. പുതിയ റെവെക്സിൽ വന്നിരിക്കുന്ന പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള അലോയ് വീലാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ബോൾഡ് ആയിട്ടുള്ള ഡുവൽ ടോൺ പെയിൻറ്റ് ജോബ് കാണാം. ഇതിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും ആണ്. പിന്നെ ഇവിടെ നമുക്ക് സി പില്ലറിൽ റെവെക്സ് എന്നുള്ള ലോഗോ കാണാം. ഇസ് ദ ന്യൂ ഐഡൻറ്റിറ്റി രസമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്ലീക്കും എയറോഡൈനാമിക് ആയിട്ടുള്ള റൂഫ് റെയിലും വന്നിട്ടുണ്ട്. അതിന് തന്നെ ബ്ലാക്ക് കളർ കൊടുത്തത് അട്രാക്റ്റീവ്. റിയറിലാണെങ്കിൽ ഇൻഫിനിറ്റി LED ടെയിൽ ലൈറ്റ്സ് ആണ്. അത് വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ സ്മൂത്തും സ്പോട്ടി ആയിട്ടുള്ള റോസ് സ്പോയിലർ ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയും വളരെ സ്ട്രോങ് ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പം എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഷനും കിട്ടും, ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അകത്ത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അതിൽ പോകുന്നതിന് മുമ്പ് പുറത്തുള്ള ഒരു ഫീച്ചർ കാണിക്കുക, പാസീവ് കീലെസ് എൻട്രി. ഉള്ളിൽ കയറിയ നമ്മുടെ അറ്റൻഷൻ ഫസ്റ്റ് വരുന്നത് രണ്ട് സ്ക്രീനിലാണ്. രണ്ടും 26.03 സെൻറ്റിമീറ്റർ സ്ക്രീനാണ്. ഒന്ന് ഈ ഒരു ട്വിൻ HD സ്ക്രീനാണ്. സെൻട്രലിൽ തന്നെ നിൽക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറമെ നമുക്ക് മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ നാവിഗേഷൻ ആണെങ്കിലും കാർ സെറ്റിങ്സ് എല്ലാം ചെയ്യാൻ പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉള്ള ഒരു സിസ്റ്റമാണ്. വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. രണ്ടാമത്തെ സ്ക്രീൻ വരുന്നത് ഫുൾ ഡ്രൈവർ ഇൻഫർമേഷനുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. മുമ്പത്തെ അനലോഗും എല്ലാം മാറി ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുണ്ട് ഇതിന്. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഇൻഫർമേഷൻ ഡ്രൈവേഴ്സിന് വേണ്ടി എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ലഭിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഇന്നത്തെ കാലത്ത് വളരെ റിക്വയർഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇങ്ങനെ രണ്ട് സ്ക്രീന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹൈ ഡെഫിനേഷൻ ആയിട്ടുള്ള സ്ക്രീൻസ് നമുക്കിവിടെ കാണാം. ഇതിൽ വന്നിരിക്കുന്ന ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ. അത് ഡ്രൈവർക്കും പാസഞ്ചർക്കും വ്യത്യസ്തമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറമെ റിയർ പാസഞ്ചർ കംഫർട്ടിലാണ് അവിടെ AC വെൻസും വരുന്നത്. പിന്നെ മറ്റൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചറും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ആണ്. അത് നമ്മൾ ഏതൊരു ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡർ ഫോണിന് ആ കപ്പാസിറ്റി ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ പുറമെ മേലെ നമുക്ക് വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ നല്ല റൂമി ആയിട്ടുള്ള ഫീലാണ് ഇൻ്റർനെറ്റ്. ഓൾറെഡി ഒരു മിക്സ് ആയിട്ടുള്ള ബേജും ബ്ലാക്കും ആണ്. അതിൻ്റെ പുറമെ ഈ റൂമിനെസ് കൂടെ കൂടുമ്പം വളരെ കംഫർട്ടബിൾ ഡ്രൈവ് ആണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ലെതറൈറ്റ് സീറ്റാണ്. പിന്നെ ലെതർ റാപ്പ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും ഗിയർ ലിവർ നോബുണ്ട്. ഇത് കുറച്ചുകൂടി നമുക്ക് ഗ്രിപ്പും അതുപോലെ തന്നെ പ്രീമിയംനെസ്സും ലഭിക്കുന്നു. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന സേഫ്റ്റിയും അതുപോലെ തന്നെ കൺവീനിയൻസും എൻഹാൻസ് ചെയ്യുന്ന ഫീച്ചറുണ്ട്. അത് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റും വൈപ്പറുമാണ്. ഇതിൻ്റെ പുറമെ റിവേഴ്സ് എൻഗേജ് ചെയ്യുന്നാൽ റിയർ വ്യൂ ക്യാമറയും വരുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ 6 എയർ ബാഗ്സ് എല്ലാ വേരിയൻറ്റിലും ത്രൂ ഔട്ട് വരുന്നുണ്ട്. അത് മെയിനായിട്ട് ഫ്രണ്ട് 2 എയർ ബാഗ്, വലിയൊരു കർട്ടൺ ബാഗ്, പിന്നെ സീറ്റിൻ്റെ ഇവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്യുന്ന ചെസ്റ്റ് എയർ ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സീറ്റിലും 3 പോയിൻറ്റ് ബെൽറ്റാണ്, റിയറിലെ സെൻറ്റർ സീറ്റ് ഉൾപ്പെടെ. അതുതന്നെ റിയറിലെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിന് ഭാരത് കപ്പിൽ ലഭിച്ചത്. മഹീന്ദ്രയുടെ കണക്റ്റഡ് കാർ ടെക്നോളജി ഫീച്ചർ ആയിട്ടുള്ള അഡ്നോക്സ് കണക്റ്റോട് കൂടിയിട്ടാണ് ഇൻഫോർടൈൻമെൻറ്റ് വരുന്നത്. ഇതിൽ ബിൽഡിൻ അലക്സ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സുകൾ നമുക്ക് അലക്സയിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറമെ ഡോസ് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും AC സ്റ്റാർട്ട് ചെയ്യാനും വെഹിക്കിൾ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ജിയോ ഫെൻസിങ് അലർട്ട് ചെയ്യാനും കാറിൻ്റെ ഡ്രൈവിംഗ് അനലിറ്റിക്സും അതുപോലെ തന്നെ കാറിൻ്റെ ഹെൽത്ത് റിപ്പോർട്ടും എല്ലാം റിസീവ് ചെയ്യും. ഇതിൻ്റെ പുറമെ ഈ സോഫ്റ്റ്വെയർ ഓവർ ദ എയർ അപ്ഡേറ്റഡും ആവും. ഇലക്ട്രോണിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. രണ്ടും ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഒന്ന് പവർ കുറഞ്ഞിട്ടുള്ള 110 HP-യും 200 Nm ടോർക്കുള്ള എഞ്ചിനാണ്. മറ്റേത് വരുന്ന കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള 131 HP പവറും അതേപോലെ തന്നെ 230 Nm ടോർക്കും ഉണ്ട്. രണ്ടത്തിലും സ്മൂത്ത് ആയിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള XL വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, വിച്ച് ഇസ് 6 സ്പീഡ്. ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതും ആ മോഡലാണ്. പിന്നെ 3 വേരിയൻസ് ആണുള്ളത്, XM-ഉം XM-Oയും അത് XA എന്നുള്ള ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സീംലെസ് പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ വേരിയൻസ് ആണ് ഇതിലുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സും സ്മാർട്ടും സ്റ്റൈലിഷും അതുപോലെ തന്നെ നല്ല വാല്യൂ പ്രൊപ്പോസിഷനുള്ള ഒരു SUV ആണ് പുതിയ 3XO റെവെക്സ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 8.94 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ്.
ഈ ഒരു പുതിയ മഹീന്ദ്ര 3XO റെവ് എക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ മറക്കുക. അടുത്തോണം മറ്റൊരു പുതിയ വണ്ടിയിൽ കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീഡിയോ.